ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ ഡി.സിയിൽ അച്ചടക്ക നടപടി. പബ്ലിക്കേഷൻ വിഭാഗം മാനേജരെ സസ്പെൻഡ് ചെയ്തു. കൂടുതൽ വിശദാംശങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, എപ്പോഴായിരുന്നു നടപടി? വിശദാംശങ്ങൾ എന്താണ്? ഗൗതം, നിലവിൽ ഇന്നിപ്പോൾ ഡി.സി. രവിയെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അതായത് ഇ.പി. ജയരാജൻ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം നടക്കവെയാണ് ഇത്തരത്തിൽ ഡി.സി. രവിയെ ചോദ്യം ചെയ്യുകയുണ്ടായത്. അതിൽ അദ്ദേഹത്തിൽ നിന്നും നിർണായകമായിട്ടുള്ള ചില രേഖ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ പോലീസിന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ കരാർ ഇ.പി. ജയരാജനുമായിട്ട് ആത്മകഥ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് കരാർ ഔദ്യോഗികമായിട്ട് വെച്ചിരുന്നില്ല. പക്ഷേ കരാറിലെത്താൻ വേണ്ടി വാക്കാൽ ധാരണ ഉണ്ടായിരുന്നു എന്ന രീതിയിൽ അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട് പോലീസിന്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഡി.സി. ബുക്സിലെ ജീവനക്കാർക്കെതിരായിട്ട് നടപടി ആരംഭിച്ചിരിക്കുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമായത്. നിലവിൽ പബ്ലിക്കേഷൻ വിഭാഗം മേധാവിയെ സസ്പെൻഡ് ചെയ്തതായിട്ടാണ് വിവരം. ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വീഴ്ച വരുത്തി എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നിലവിൽ സ്ഥാപനം കടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണത്തിനോ വിശദീകരണം നൽകാനോ ഡി.സി. ബുക്സിന്റെ ജീവനക്കാരോ അധികൃതരോ ഒന്നും തന്നെ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം ഡി.സി. ബുക്സ് ഔദ്യോഗികമായിട്ട് ഫേസ്ബുക്ക് പേജിലൂടെ ഈ ഡി.സി. രവിയെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ നൽകിയിട്ടുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്നും നിയമബന്ധിതമായി മാത്രമേ പുസ്തകങ്ങൾ ഡി.സി. ബുക്സ് പ്രസിദ്ധീകരിക്കാറുള്ളൂ എന്ന രീതിയിലുള്ള ഒരു വിശദീകരണമാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഡി.സി. നൽകിയത്. എന്തായാലും അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നടപടി ജീവനക്കാർക്കെതിരായിട്ട് നടപടി ഉണ്ടായതായിട്ടുള്ള വാർത്തകൾ കൂടി നമുക്ക് ലഭ്യമാകുന്നത്. കൂടുതൽ ജീവനക്കാരെ നടപടിക്ക് വിധേയമാക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല. കാരണം ഈ നിർണായകമായിട്ടുള്ള ഈ ആത്മകഥയുടെ ഭാഗങ്ങൾ പുറത്തുപോയത് ചോർന്നതിലുള്ള കാരണങ്ങൾ കൂടി ഈ നടപടിക്ക് പിന്നിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പുറമെ ഇത്തരത്തിൽ കരാർ വ്യവസ്ഥയിൽ വീഴ്ചയുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നടപടി എങ്കിൽ പോലും അതിന് പിന്നിൽ ഉള്ള യഥാർത്ഥ കാരണം ഒരുപക്ഷെ ഇതിൽ പുറത്തുപോയത് ഈ ആത്മകഥയുടെ ഭാഗങ്ങൾ പുറത്ത് ചോർന്നു പോയതിലുള്ള വിരോധമാവാം ഇത്തരത്തിൽ ജീവനക്കാർക്കെതിരായിട്ട് കടുത്ത നടപടികളിലേക്ക് കടന്നതിന് പിന്നിലെന്നും കൂടി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ പോലീസിന്റെ അന്വേഷണം കൂടി സമാന്തരമായിട്ട് നടക്കുന്നുണ്ട്. പോലീസ് അന്വേഷണം കോട്ടയം എസ്.പി. ഇന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കി DGPക്ക് ഉടൻ തന്നെ കൈമാറുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. തുടർന്ന് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയായിരിക്കും ഈ വിഷയത്തിൽ ഇ.പി. ജയരാജന്റെ പരാതിയിൽ ഒരു തുടരന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക. ഗൗതം, ശരി. കോട്ടയത്ത് നിന്നും ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.